ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പൈത്തൺ ഉപയോഗിച്ചിട്ട് നമുക്കൊരു QR കോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. QR കോഡ് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ പല പണ ഇടപാടുകളൊക്കെ നടത്താൻ UPIൻ്റെ ഒരു QR കോഡ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു QR കോഡ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ നമുക്കൊരു QR കോഡ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ പല കാര്യത്തിനും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് QR കോഡ്. അപ്പോൾ ഈ QR കോഡ് എങ്ങനെ നമുക്ക് പൈത്തൺ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വന്നൊരു ജസ്റ്റ് ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് വെർച്വൽ എൻവയോൺമെൻറ്റ് QR എന്ന പേരിലൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ വെർച്വൽ എൻവയോൺമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് രണ്ട് പാക്കേജാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒന്ന് QR കോഡ് എന്നൊരു പാക്കേജും അതേപോലെ തന്നെ ഇമേജൊക്കെ, അതായത് ഈ QR കോഡ് ജനറേറ്റ് ചെയ്ത് വരുന്നത് നമുക്കൊരു ഇമേജ് ആയിരിക്കും. അപ്പോൾ ഈ ഇമേജിനെ മാനേജ് ചെയ്യാൻ നമ്മൾ പിലോ എന്നൊരു പാക്കേജും നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിപ്പ് ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം പിപ്പ് ഇൻസ്റ്റാൾ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, QR കോഡ് എന്ന് പറഞ്ഞ ആ പാക്കേജ് നമുക്കിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ നമുക്ക് പിലോ എന്ന് പറഞ്ഞൊരു പാക്കേജ് കൂടിയുണ്ട്, അതുകൂടി എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ, അതിനുശേഷം നമ്മളിവിടെ വന്ന് പിലോ എന്നുള്ള ആ പാക്കേജ് കൂടി ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ രണ്ട് പാക്കേജാണ് വേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് ഞാൻ QR.py എന്ന പേരിലൊരു ഫയൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി ആദ്യം തന്നെ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, QR കോഡ് എന്നുള്ളത് നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഇമ്പോർട്ട്, എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് QR കോഡ് എന്നുള്ളത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പിലോ എന്നാണ്. അപ്പോൾ ഫ്രം PIL ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, എന്നിട്ട് ഇവിടെ വന്ന് ഇമ്പോർട്ട്, അതിനുശേഷം നമുക്കിതിലേക്ക് ഇമേജ് എന്നുള്ളത് കൂടി ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ഏത് പേജിനാണോ നമുക്ക് QR കോഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് ഡാറ്റ എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് പേരാണോ കൊടുത്തത് ആ പേരിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, QR കോഡ് ജനറേറ്റ് ചെയ്ത് വരിക. അപ്പോൾ ഞാനിവിടെ വന്ന് എന്ത് ചെയ്തു, എൻ്റെ ജസ്റ്റ് സൈറ്റിൻ്റെ പേര് ഞാനിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, QR. അതിനുശേഷം നമുക്കിവിടെ വന്ന് QR കോഡ് എന്നൊരു അതിലുള്ള മെത്തേഡ് യൂസ് ചെയ്തു. ഇനി ഇവിടെ വന്ന് QR എന്നിട്ടതിന് ശേഷം കോഡ് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ QR കോഡിൻ്റെ വേർഷന് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വേർഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, 1 എന്ന് ചേർത്ത് കൊടുത്തു. ബോക്സിന് നമുക്ക് എത്ര സൈസ് വേണം എന്നുള്ളതാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോക്സ് സൈസ് എന്നുള്ളത് ഞാൻ 10 പിക്സൽ 10 ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ബോർഡർ, ഇതിന് നമുക്ക് ബോർഡർ എത്രത്തോളം തിക്നെസ് വേണം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കുന്നത്. ബോർഡർ എന്നുള്ളത് ഞാൻ 5 എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ജനറേറ്റ് QR കോഡിൽ ഫസ്റ്റ് ലൈനിൽ കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വേണ്ട ഡാറ്റ നമുക്ക്, അതായത് ഏത് സൈറ്റാണോ QR കോഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് ആഡ് ഡാറ്റ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ പേര് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ എന്നാണ്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിൽ ഈ QR കോഡ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി QR എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് മേക്ക്, അതിന് ശേഷം ഇവിടെ വന്ന് ഫിറ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ട്രൂ എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് ആ QR കോഡിന് കറക്റ്റായിട്ട് നമ്മൾ ആ കൊടുത്ത കോഡ് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇമേജ് ഈക്വൽ ടു, അതിന് ശേഷം നമുക്കിവിടെ വന്ന് QR. മേക്ക് ഇമേജ്, ഈ മേക്ക് ഇമേജ് എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാം. ഇനി ഇവിടെ വന്ന് ഫിൽ എന്നിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫിൽ എന്നിട്ടതിന് ശേഷം അതിൻ്റെ കളർ ഏതാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കളർ എന്നുള്ളത് ബ്ലാക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഈ ബ്ലാക്ക് എന്നുള്ളത് ഡബിൾ കൊട്ടേഷനിലോട്ട്
ബ്ലാക്ക്. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അപ്പോൾ back_color എന്ന് ചേർത്ത് കൊടുക്കുക. ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഏത് കളറിലാണോ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ വൈറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കെന്ത് ചെയ്യാം, ഇമേജ് സേവ് ചെയ്യുകയും ചെയ്യാം, അതേപോലെ തന്നെ അത് ഓപ്പൺ ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഇമേജ് എന്ന് ചേർത്തു. അതിനുശേഷം സേവ് എന്നതിനെ കോൾ ചെയ്തു. സേവിൽ എന്ത് പേരിലാണോ നമുക്കിത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ QR_code.png എന്നുള്ള ഒരു ഫയലായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണം. അപ്പോൾ ഇവിടെ വന്ന് image.open എന്ന് ചേർത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് മുകളിൽ കൊടുത്ത അതേ ഫയൽ നെയിം നമുക്കിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാം. .png എന്ന് ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയൽ നമുക്കൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് റണ്ണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഫയൽ ഇവിടെ റണ്ണായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു QR കോഡ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഫയൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നമ്മൾ ആ കൊടുത്ത QR കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ആ QR കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടായി കാണിച്ചു തരും. ഇനി നമ്മുടെ മൊബൈലിൽ QR കോഡ് റീഡ് ചെയ്യണ ഏതെങ്കിലും ഒരു QR കോഡ് റീഡർ വെച്ചിട്ട് നമുക്ക് ഈ ഫയൽ സ്കാൻ ചെയ്താൽ നേരെ നമ്മൾ ഏതിലേക്കാണോ സെറ്റ് ചെയ്തിരുന്നത് ആ വെബ്സൈറ്റ് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ ഞാനിവിടെ വന്ന് സിമ്പിളായിട്ടുള്ളൊരു QR കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പാക്കേജിനെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഫയലിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗിറ്റാബിലേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ റെപ്പോസിറ്ററി ID ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.